ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി സാമ്പത്തിക ഇടപാടുണ്ടോ എന്നന്വേഷിക്കാൻ ഇഡി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇഡി ഉടൻ ചോദ്യം ചെയ്യും. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ് അഗൈൻ. വിവരങ്ങൾ. ക്രിസ്റ്റീന, ഈ കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. പശ്ചാത്തലത്തിൽ അതുകൂടി പരിശോധിച്ച് പോകാം എന്നുള്ളതാണ് ഇ ഡിയുടെ ഒരു നിലപാട്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇ ഡി തയ്യാറെടുക്കുന്നത്. രണ്ടാം ഘട്ടത്തിലായിരിക്കും അത്തരത്തിലൊരു പരിശോധനയിലേക്ക് പോകുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ ഇ ഡി ശ്രമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് നൽകിയിട്ടുള്ള മൊഴി, അതിന്റെ പകർപ്പ് ലഭ്യമാക്കാൻ ശ്രമിക്കും. അത് SITയോട് ആദ്യഘട്ടത്തിൽ നേരിട്ട് ചോദിക്കും. അതിന് സാധ്യമായില്ലെങ്കിൽ കോടതി വഴി അത്തരത്തിൽ മൊഴിപ്പകർപ്പ് വാങ്ങാനുള്ള ഒരു ശ്രമമുണ്ടാകും. ആ മൊഴിപ്പകർപ്പ് കൂടി ലഭിച്ച ശേഷമായിരിക്കും കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന പരിശോധനയിലേക്ക് പോകുക. പ്രൊസീഡിങ്സ് ഓഫ് ക്രൈമാണ് ഇ ഡിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ പ്രധാനമായുള്ളത്. അതായത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയും അത് മറ്റാർക്കെങ്കിലും ആ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയത് വഴി കൈമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതാണ് പ്രൊസീഡിങ്സ് ഓഫ് ക്രൈമിൽ വരിക. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് ഇ ഡി ഉദ്ദേശിക്കുന്നത്. പക്ഷേ അടുത്ത ഘട്ടത്തിൽ മാത്രമായിരിക്കും അന്വേഷണം പോകുക. എന്തായാലും ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉള്ള ആളുകൾ കേന്ദ്രീകരിച്ച മാത്രമല്ല, അതിന് പുറത്തുള്ള ആളുകളെ കേന്ദ്രീകരിച്ചും ഇ ഡിയുടെ പരിശോധനയും അന്വേഷണവും ഉണ്ടാകും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ക്രിസ്റ്റീന, ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.